ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോ നിസാമുദ്ദീനിലേക്ക് പോകുന്ന തീവണ്ടിയിൽ കയറുമ്പോ നിങ്ങൾ ഓർക്കുക, ജീലാനി ദിനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുമ്പോ ബഗ്ദാദിന്റെ ധീരപുത്രനെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണുകളിൽ ആത്മീയതയുടെ നന്മകൾ പ്രകാശിപ്പിച്ച ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ലോകം കണ്ട മഹാരഥനായ മഹാമനീഷി, ഡൽഹിയുടെ തെരുവോരത്തിലൂടെ നടന്നുപോയ ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന ഔലിയ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുകയാണ്. ആരോ വന്ന് ചോദിച്ചുവത്രേ, ഒരൽപ്പം ഉണക്ക ചപ്പാത്തി തരട്ടെയോ? എത്ര നാളാണ് ഇങ്ങനെ പട്ടിണി കിടക്കുക, എത്ര നാളാണ് ഇങ്ങനെ പട്ടിണി കിടക്കുക? ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞുവത്രേ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ തന്റെ കുടിലിന്റെ ജനാലയിലൂടെ ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി, ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി. ഇന്നത്തെ ഡൽഹിയുടെ തെരുവോരങ്ങൾ 2 രൂപയ്ക്ക് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പച്ചമാംസം വിൽക്കുന്ന പരമവേശ്യകളുടെ ഡൽഹി. ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാൻ മുതലാളിയുടെ പാദത്തിന്റെ ചവിട്ടേറ്റുന്ന പാവപ്പെട്ട ചേരി പ്രദേശക്കാരന്റെ ഡൽഹി. ഡംസ്രോഗ് മില്ലിയനറുണ്ടായ ബോംബെയുടെ മറ്റൊരു പതിപ്പായ ഡൽഹി. ആ ഡൽഹിയിൽ ഒരു നേരത്തെ റൊട്ടിക്കഷണമില്ലാതെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ നേരെ വിരൽ ചൂണ്ടി ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു പത്രേ, ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ 1000 ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാതെ കിടക്കുമ്പോ ഈ നിസാമുദ്ദീന്റെ തൊണ്ണയിൽ എങ്ങനെയാണ് ചപ്പാത്തി ഇറങ്ങുക എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ നേരെ കൈതിരിച്ച നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ യമുനാ നദിയുടെ തീരത്തുകൂടി നടന്നു പോകുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ യമുനാ നദിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. അവരുടെ പാപങ്ങൾ ആ വെള്ളത്തിൽ അലിയിച്ചു ചേർക്കാൻ അവരവരുടെ വിശ്വാസം പോലെ യമുനാ നദിക്കരയിൽ അവർ മുങ്ങിക്കുളിക്കുകയാണ്. ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യയുടെ തേജസ്സിന്റെ പുത്രൻ നടന്നു പോകുമ്പോ അനുയായികൾ ആരോ വന്നിട്ട് ചോദിച്ചു പത്രേ, എത്രയോ ഹൈന്ദവരാണ് യമുനാ നദിയിൽ മുങ്ങിക്കുളിക്കുന്നത്, അവരുടെ പാപം അതോടെ കഴുകി തീരുമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇത് ശരിയാണോ? യമുനാ നദിക്കരയിൽ മുങ്ങിക്കുളിച്ചാൽ, ഗംഗയിൽ ജലപാനം ചെയ്താൽ, 18ാം പടി കയറി ശബരിമലയിൽ പോയാൽ, അയ്യപ്പന്റെ മുകളിൽ നാളികേരം ഉടച്ചാൽ അവരുടെ പാപം തീരുമോ? യമുനാ നദിയിൽ മുങ്ങിക്കുളിച്ചാൽ അവരുടെ ആരാധനയുടെ ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞത് എന്താണ്? തൗഹീദിന്റെ മന്ത്രം മുടക്കിയ, അല്ലാഹുവിന്റെ മനസ്സും ശരീരവും ലയിപ്പിച്ചു തീർത്ത, അവൻ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാത്ത ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ അവരോട് പറഞ്ഞതെന്തെന്നറിയുമോ? അവരോട് പറഞ്ഞതൊരു പാരിസി വാക്കായിരുന്നു. യമുനാ നദിക്കരയിൽ മുങ്ങിക്കുളിക്കുന്നവരുടെ ആരാധനയുടെ അർത്ഥതലങ്ങൾ ചോദിച്ചവരോട് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു പത്രേ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയാം. ഹർ കൗമേ റോഹസ്ത് ഇബാദത്ത് കിബിലസ്ത് റോഹസ്ത്, ഹർ കൗമേ റോഹസ്ത് കിബിലസ്ത് ഇബാദത്ത് ഗോഹസ്ത്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു പത്രേ, ഹർ കൗമേ റോഹസ്ത്, ഓരോ മനുഷ്യർക്കും അവരവരുടെ ആരാധനകളുണ്ട്. ഹർ കൗമേ കിബിലസ്ത്, അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാലയങ്ങളുണ്ട്, അവരവരുടെ കോവിലുകളുണ്ട്. ഹർ കൗമേ ഇബാദത്ത് ഗോഹസ്ത്, അവരവരുടെ ആരാധനക്രമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനകളുണ്ടെന്ന് പറഞ്ഞു പോയ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ആ വലിയ ജീവിച്ചിരുന്ന മണ്ണിലാണ് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമ. ഖുർആൻ കർക്കശമായിട്ട് പറഞ്ഞു, കർശന ബുദ്ധിയോടെ ഖുർആൻ പറഞ്ഞു, മറ്റുള്ളവരുടെ ആരാധനകളെ നിങ്ങൾ ചീത്ത പറയരുത്, മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത് എന്ന് ഖുർആൻ കർക്കശമായി വിലക്കി. ആ പ്രവാചകനെയാണ് ഇന്ന് ചീത്ത പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോ അല്ലാഹു പറഞ്ഞു പത്ര, നബിയേ മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ, മാ അന്ത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. അല്ലാഹുവിന്റെ പുണ്യം കൊണ്ട് അങ്ങ് ഭ്രാന്തനല്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ അല്ലാഹു സ്നേഹിച്ചത്